എൻ്റെ പൊന്നോ, ഇനി അടുത്ത 3 മാസം എല്ലാവരുടെയും വായിൽ ബിഗ് ബോസിനെ കുറിച്ചുള്ള ചർച്ചകൾ മാത്രമായിരിക്കും. അവൻ ശരിയല്ല, ഇവൻ ശരിയാണ്, അവൻ മാസാണ്, മറ്റവൻ കോമഡിക്കാരനാണ്, അവൾ ഭയങ്കര അടിയിടുന്നവളാണ് എന്നൊക്കെ പറഞ്ഞുള്ള സൂപ്പർ സാധനങ്ങളായിരിക്കും ഇനി. അതായത് ഒരു വൈകിട്ട് 5 മണിക്ക് ചായ കുടിക്കാനിരിക്കും എല്ലാവർക്കും ചർച്ച ചെയ്യാനൊരു സംഭവം കിട്ടിയെന്ന് തന്നെ പറയാം. സോ എന്തായാലും അടുത്ത 3 ദിവസം അടിച്ചു പൊളിക്കുക അല്ലേ. സോ എന്തായാലും ഇതിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് പലരും ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിൽ നമുക്ക് പ്രധാനപ്പെട്ട 1-2 പേരുകൾ, 1-2 കുറച്ച് പേരുകൾ നോക്കാം. എന്തായാലും ആദ്യത്തെ പേരെന്ന് പറയുന്നത് അനുമോളാണ്. അനുമോൾ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ ഉണ്ടാകും എന്ന തരത്തിലുള്ള വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കൺഫേം ആണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അതുപോലെ തന്നെ അവന്തിക മോഹൻ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആക്ട്രസ്സാണ് അവന്തിക മോഹൻ എന്ന് പറയുന്നത്. കുറേയധികം സീരിയലുകളിൽ, ഏഷ്യാനെറ്റിലെ കുറേയധികം സീരിയലുകളിൽ അഭിനയിച്ചിട്ടുള്ളൊരു നടിയാണ് അവന്തിക എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പേരെന്ന് പറയുന്നത് രേണു സുധിയാണ്. നമ്മുടെ കൊല്ലം സുധിയുടെ വൈഫാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ കത്തിയേക്കും, നിങ്ങൾക്കറിയായിരിക്കും. സോ എന്തായാലും അതാണ് മറ്റൊരു പേരെന്ന് പറയുന്നത്. പിന്നൊരു പേരെന്ന് പറയുന്നത് അപ്പാനി ശരത്താണ്. അദ്ദേഹം ഒരു ആക്ടറാണ്. എന്തായാലും എന്താ പറയുക, ജൂനിയർ റോൾസൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. സോ എന്തായാലും അദ്ദേഹം വരുമെന്ന് പറഞ്ഞ് കേൾക്കുന്നു. ഇനി അടുത്ത പേരെന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഏഷ്യാനെറ്റിൽ കഴിഞ്ഞൊരു സീരിയലുണ്ട് ഗീതാ ഗോവിന്ദം. അതിനകത്തിലെ എന്താ പറയുക നായിക മിനി സെബാസ്റ്റ്യനാണ് മറ്റൊരു പേരെന്ന് പറയുന്നത്. പിന്നെ ശാരിക ഇൻ്റർവ്യൂവറാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർ ആ ഒരു ആറ്റിറ്റ്യൂഡ് വെച്ചാണ് ബിഗ് ബോസ് വരുന്നതെങ്കിൽ കളി കുറച്ച് പവർഫുൾ ആകും എന്ന് തന്നെ പറയണം. പിന്നെ മറ്റൊരു പേരെന്ന് പറയുന്നത് ആര്യൻ കത്തോലിയാണ്. അദ്ദേഹം ഒരു മോഡലാണ്. എന്താ പറയുക, ഒരു ബോളിവുഡ് സിനിമ നടൻ്റെയൊക്കെ ഒരു ലുക്ക് വരുന്ന വളരെ യങ് ആയിട്ടുള്ളൊരു മോഡലാണ് അദ്ദേഹം. പിന്നെ ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു കേൾക്കുക. സോ ആര്യൻ കത്തോലിയാണ് മറ്റൊരു പേരെന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പേരുകളിൽ ഒന്നെന്ന് പറയുന്നത് രേഖ രതീഷാണ്. നമ്മുടെ പരസ്പരം സീരിയലിലൊക്കെ അഭിനയിച്ചിട്ടുള്ള ആളാണ് അവർ. സോ എന്തായാലും ഇതൊക്കെയാണ് അത്യാവശ്യം അറിയാവുന്ന പേരുകൾ എന്നൊക്കെ പറയുന്നത്. പിന്നെ നമ്മുടെ രുദ്രൻ ഒന്നെന്ന് പറയുന്ന കേൾക്കുന്നു. അതായത് കുങ്കുമപ്പൂ സീരിയലിലെ രുദ്രനായിട്ട് അഭിനയിച്ച ഷാനവാസ് എന്ന് പറയുന്ന ആ പുള്ളി ഉണ്ടെന്ന് പറയുന്ന കേൾക്കുന്നു. സോ എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും പ്രാവശ്യത്തെ ബിഗ് ബോസിൻ്റെ അവസ്ഥ എന്ന്. സോ പേരുകളൊക്കെ അത്യാവശ്യം നല്ല പേരുകളാണ്. സോ ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ പൊളിക്കുമായിരിക്കും എന്ന് വിചാരിക്കുക. സോ എന്തായാലും ഇനിയും ഒരു 8 പേരുടെ കുറേ പേരുണ്ട്. ബട്ട് നിങ്ങൾക്ക് അറിയാത്ത ആളുകളുടെ പേര് പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സോ അതുകൊണ്ടാണ് അറിയാവുന്ന ആളുടെ പേര് പറഞ്ഞ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് വെച്ച് പറയുക. അടുത്ത് വിളിക്കുന്നത്. ഗുഡ് ബൈ.